പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ദൈവവചനത്തിലേക്ക് കടന്നു വരാനായിട്ട് ആഗ്രഹിച്ചിരിക്കുകയാണ്. നമ്മൾ ഇന്നത്തെ ദിവസത്തിൽ തിരുവചനം പറഞ്ഞ് പ്രഘോഷിക്കുമ്പോൾ, അത് നമ്മൾ ധ്യാനിക്കുമ്പോൾ നമുക്ക് കർത്താവിൻ്റെ ആത്മാവിനോട് ചേർന്ന് പ്രാർത്ഥിക്കാം. എനിക്ക് അങ്ങയുടെ സാന്നിധ്യവും അഭിഷേകവും തരണമേ, അങ്ങയുടെ അഭിഷേകത്താൽ എന്നെ നിറയ്ക്കണമേ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ ആത്മാവിലേക്ക് ദൈവിക ചൈതന്യം നിറഞ്ഞ് നമ്മളൊരു പുതിയ സൃഷ്ടിയായി രൂപാന്തരപ്പെടുവാനായിട്ട് പ്രത്യേകമായിട്ട് ദിവസങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ശക്തിപ്പെടുത്തുകയും നമ്മെ ബലപ്പെടുത്തുകയും നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യും. ഇന്നത്തെ ദിവസത്തിൽ ദൈവത്തിൻ്റെ ആത്മാവിനോട് ചേർന്ന് പ്രാർത്ഥിച്ച് വചനത്തോട് ചേർന്ന് നിന്ന് നമ്മൾ ജീവിക്കുമ്പോൾ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് എങ്ങനെയാണ്? യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ വചനം പറയുകയാണ്, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി, നിമിഷങ്ങളിൽ ആത്മാവിൻ്റെ ശക്തിയെക്കുറിച്ച് നിങ്ങൾ തിരിച്ചറിയുവിൻ എന്ന് പരിശുദ്ധാത്മാവ് യെശയ്യാ പ്രവാചകൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെക്കുറിച്ച് നമുക്ക് കൂടുതൽ നമുക്ക് ഈ ദിവസങ്ങൾ ധ്യാനിക്കാം. മനുഷ്യൻ്റെ വചനം പറയുകയാണ്, റോമാലേഖനത്തിൽ പറയുന്ന പോലെ, മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിൻ്റെ ദയയാണ് എല്ലാത്തിനും അടിസ്ഥാനം. അപ്പോൾ മനുഷ്യൻ്റെ പ്രയത്നവും നമ്മുടെ പ്രാർത്ഥനകൾ കൊണ്ട്, നമ്മുടെ ത്യാഗങ്ങൾ കൊണ്ട് അല്ല, ഈശോയുടെ സ്നേഹം കൊണ്ടാണ് ആത്മാവിനെ ഭക്ഷിക്കുന്നത്. നമ്മൾ ഇടയ്ക്ക് സംസാരിച്ചപ്പോൾ ഈ വചനം നമ്മൾ പറഞ്ഞു പോയതാണ്. ദൈവത്തിൻ്റെ സ്വയംദാനമായ പരിശുദ്ധാത്മാവിൻ്റെ യേശുക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തിൻ്റെയും കുരിശുമരണത്തിൻ്റെയും പുനരുദ്ധാനത്തിൻ്റെയും യോഗ്യതയാലാണ് നമ്മളിലേക്ക് സമർത്ഥമായി പരിശുദ്ധാത്മാവിനെ വശീകരിച്ചിരിക്കുന്നത്. നമ്മൾ നേടിയെടുത്തല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. അതുകൊണ്ട് നമുക്ക് ആ ദാനത്തിന് വേണ്ടി പ്രത്യേകമായിട്ട് നമ്മൾ സ്വയം സമർപ്പിച്ചാൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ വന്ന് നിറയുകയും നമ്മെ ദൈവത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റുകയും ചെയ്യും. നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിക്ക് വേണ്ടി ഈ ദിവസങ്ങളിൽ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, അതിനുവേണ്ടി നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ ക്ഷണിക്കുകയാണ്. നമ്മളായിരിക്കുന്ന സാഹചര്യത്തിൽ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോഴാണ് കൃപ നമ്മുടെ ആത്മാവിലേക്ക് ചൊരിയപ്പെടുന്നത്. നമ്മുടെ എത്രമാത്രം ബലഹീനതയാണോ, പൗലോസ് പറയുന്ന പോലെ, എൻ്റെ ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ ശക്തി പ്രകടമാകുന്നത്. അപ്പോൾ ബലഹീനതയിലേക്ക് ദൈവത്തിൻ്റെ ശക്തി കടന്നു വരുവാൻ വേണ്ടി നമ്മൾ ആഴമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ആത്മാവ് പിന്നെ റോമാലേഖനത്തിൽ വേണ്ടി പറയുന്നു, അവാച്യമായ നെടുവീർപ്പിലൂടെ ആത്മാവ് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു. നമ്മുടെ ആത്മാവ് ദൈവത്തിൻ്റെ ആത്മാവിനോട് ഒട്ടിച്ചേർന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ നിസ്സഹായ അവസ്ഥയെ പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവ് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് യഥാർത്ഥമായ കൃപാദാനങ്ങളിലേക്ക് നമ്മൾ നയിക്കപ്പെടുന്നത്. അപ്പോൾ ഈ ദിവസങ്ങളിൽ നമ്മൾ എവിടേക്കോ നമ്മുടെ ജീവിതത്തിലേക്ക് വർഷിക്കപ്പെട്ടിരിക്കുന്ന മാമോദീസായിലൂടെ, ശരീരലേപനത്തിലൂടെ, മറ്റു കൂദാശകളിലൂടെ നമുക്ക് ലഭിക്കപ്പെട്ട പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം, അതിൻ്റെ ആഴത്തിലേക്ക് കടന്നു വരുവാനായിട്ട് പ്രത്യേകമായിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുകയാണ്. ഈ ദിവസം അതിനു വേണ്ടിയുള്ള ആ ഒരു സ്നേഹവും അതിനുള്ളൊരു കരുത്തലും ഒക്കെ നമ്മൾ ഈ ദിവസങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കൃപ തീർച്ചയായിട്ടും നമ്മുടെ ആത്മാവിലേക്ക് കടന്നു വരികയും തന്നെ ചെയ്യും. അതിനായിട്ട് നമ്മെ തന്നെ ഈശോയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാം. നിമിഷങ്ങളിൽ ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, എന്നെ അഭിഷേകം ചെയ്യണമേ, എന്നെ അനന്തമായ സ്നേഹത്താൽ അഭിഷേകം ചെയ്യണമേ, അനന്തകോടി നന്മയാൽ അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധാത്മാവേ, നിൻ്റെ സാന്നിധ്യം കൊണ്ട് എന്നെ അഭിഷേകം ചെയ്യണമേ എന്ന് ആഗ്രഹിച്ച് സ്തുതിച്ച് നമുക്കൊന്ന് ചേർത്ത് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, എന്നെ അഭിഷേകം ചെയ്യണമേ, ദൈവിക ശക്തി കൊണ്ട് എന്നെ നിറയ്ക്കണമേ, ദൈവ സാന്നിധ്യം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, അങ്ങയുടെ സജീവ സാന്നിധ്യം കൊണ്ട് എന്നെ നിറയ്ക്കണമേ, അങ്ങയുടെ സജീവ സാക്ഷിയാക്കി എന്നെ മാറ്റണമേ. അങ്ങയുടെ കൃപ കൊണ്ട് എന്നെ നിറയ്ക്കൂ, എന്നെ പരിശുദ്ധാത്മാവിൽ അഭിഷേകം ചെയ്യൂ. ഞാൻ അങ്ങയുടെ സാക്ഷിയായി അങ്ങേക്ക് യേശു ഏകരക്ഷകനാണെന്ന് ഏറ്റുപറയുവാൻ, രക്തസാക്ഷികളുടെ ചുരുനിനത്താൽ
രക്ഷിക്കപ്പെട്ട സഭയോട് ചേർന്നുകൊണ്ട്, പരിശുദ്ധ മാർപ്പാപ്പയോട് ചേർന്നുകൊണ്ട്, സകല വിശുദ്ധരോട് ചേർന്നുകൊണ്ട് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. യേശു ഏകരക്ഷകനാണെന്ന് ഏറ്റുപറയുവാനുള്ള കൃപ എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് മുഖേനയല്ലാതെ യേശു കർത്താവാണെന്ന് ആർക്കും പറയാൻ സാധിക്കില്ലല്ലോ. അതുകൊണ്ട് ആത്മാവിൻ്റെ ശക്തി കൊണ്ട് ഈ ലോകത്തിലേക്ക് എന്നെ അയക്കണമേ. അനേകരെ കർത്താവ് ശുശ്രൂഷയ്ക്കായിട്ട് ഒരുക്കണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവശക്തിയെ വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപയെ വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവാത്മാവെ നിമിഷങ്ങൾ ഞങ്ങളുടെ ആത്മാവിലേക്ക് വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ, 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 യേശുവേ. പരിശുദ്ധാത്മാവെ അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധാത്മാവെ അഭിഷേകം ചെയ്യണമേ. യേശുവിൻ്റെ ആത്മാവെ ഞങ്ങളിലേക്ക് കടന്നു വരണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കൃപ കൊണ്ട് നിറയ്ക്കണമേ. ഞങ്ങളെ അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഈശോയെ നന്ദി, 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 നന്ദി. പരിശുദ്ധാത്മാവെ നന്ദി. പരിശുദ്ധാത്മാവെ ആരാധന. പരിശുദ്ധാത്മാവെ ആരാധന. പരിശുദ്ധാത്മാവെ നന്ദി. പരിശുദ്ധാത്മാവെ ആരാധന. നമ്മുടെ ആത്മാവിലേക്ക് ദൈവ കൃപയൊഴുകപ്പെടുകയാണ്. നമ്മുടെ ആത്മാവിലേക്ക് ദൈവത്തിൻ്റെ കൃപയൊഴുകപ്പെടുകയാണ്. അതിനായിട്ട് നമ്മെ തന്നെ ഒരുക്കി പ്രാർത്ഥിക്കുമ്പോൾ വലിയ ശക്തിയോടുകൂടി വലിയ കൃപയിൽ നമ്മൾ നിറയപ്പെടുകയാണ്. അതിനായി പ്രിയപ്പെട്ടവരെ, ഈ ദിവസം നിങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക. ദൈവാത്മാവാണ് നമ്മെ നയിക്കുന്നതും നമ്മെ ബലപ്പെടുത്തുന്നതും ശക്തിപ്പെടുത്തുന്നതും. അതിനാൽ ഈ ദിവസങ്ങളിൽ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. യേശുവിൻ്റെ ആത്മാവിൻ്റെ ശക്തി കൊണ്ട് എൻ്റെ ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ ശക്തി. റോമലേഖനത്തിൽ പ്രത്യേകമായിട്ട് പറയുകയാണ്, ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവത്തിൻ്റെ കൃപയാലാണ്. എൻ്റെ ബലഹീനതയിൽ ദൈവത്തിൻ്റെ ശക്തി പ്രകടമാകുവാനായിട്ട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. അപ്പോൾ നമ്മളല്ല അധ്വാനിക്കുന്നത്, കൃപ അധ്വാനിക്കാൻ തുടങ്ങും. അതിനായിട്ട് നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് അങ്ങനെയാകുമ്പോൾ അനേകം മാനസാന്തരങ്ങൾ, അനേകം തരത്തിലുള്ള അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, രോഗശാന്തികൾ, മാനസാന്തരങ്ങൾ ഈ ലോകത്തിലേക്ക് വർഷിക്കപ്പെടുവാനായിട്ട് ഇടയാകും. ഇവിടെ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിക്കുകയും ചെയ്ത കാര്യം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെക്കുറിച്ചാണല്ലോ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ കരിസ്മാറ്റിക് നവീകരണത്തിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരുന്ന 50 വർഷം മുമ്പ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് ഒരുമിച്ച് കുറേ ആളുകൾ, ഡോക്ടേഴ്സ് ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചപ്പോൾ ആത്മാവിൻ്റെ ശക്തി കടന്നു വരികയായിരുന്നു. ആത്മാവിൻ്റെ അഭിഷേകം കടന്നു വരികയായിരുന്നു. ആ അഭിഷേകം അവർ ആഗ്രഹിക്കുന്നതിനേക്കാളും അവർ ചോദിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഈ ഒരു മൊമെൻ്റ് ആരംഭിക്കുവാൻ പരിശുദ്ധാത്മാവ് അവരെ ഒരുക്കിയപ്പോൾ, അവരെ ദൈവശക്തിക്ക് വേണ്ടി ഒരുക്കിയപ്പോൾ, അവരുടെ നിഷ്കളങ്കമായ പ്രാർത്ഥന, അവരുടെ വിശ്വാസത്തിൽ ഉയർന്ന പ്രാർത്ഥനയാണ് ആത്മീയ ഒരു ഉണർവിനായിട്ട് കാരണമായത്. നിമിഷങ്ങളിൽ ദൈവം ആത്മാവിൻ്റെ ശക്തി അതിനുശേഷം അനേകർ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതിനുശേഷം കേരള സഭയിൽ ആത്മീയ ഉണർവിൻ്റെ വലിയ കൊടുങ്കാറ്റ്, ലോകം മുഴുവനും ദൈവത്തിൻ്റെ ആത്മീയ കൊടുങ്കാറ്റുണ്ടാകാൻ കാരണമായി. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി കടന്നു വരാനായിട്ട് കാരണമായി. നിമിഷങ്ങൾ അതുപോലെ തന്നെ മനുഷ്യൻ ഇപ്പോഴും പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം, പ്രത്യേകിച്ച് നോർത്ത് അമേരിക്കയിലൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ സാന്നിധ്യം, വലിയ അഭിഷേകം ഈ ലോകത്തിലേക്ക് കടന്നു ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. അനേക ക്രിസ്തീയ വിശ്വാസികൾ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവ് പെന്തക്കോസ്തായിൽ വന്നതുപോലെ തന്നെ ഇപ്പോഴും ആത്മാവിൻ്റെ സാന്നിധ്യം കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അനേക തരത്തിലുള്ള വ്യക്തികളിലേക്ക് ആത്മാവ് വിടുതലും സൗഖ്യവും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചിന്തിക്കാത്ത തരത്തിലുള്ള അഭിഷേകങ്ങളും നമ്മൾ ഈ ആദിമസഭയിൽ ഉണ്ടായിരുന്നതിനേക്കാളും വലിയ ദൈവകൃപ ഈ ലോകത്തിലേക്ക്, പ്രത്യേകിച്ച് ആഫ്രിക്കൻ രാജ്യങ്ങളിലെല്ലാം വലിയ ദൈവകൃപ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. നമ്മൾ ചിന്തിക്കുന്നതിനും പ്രവർത്തിക്കുന്നതിനും അധികമായിട്ട് മാനസാന്തരങ്ങളും അനേക തരത്തിലുള്ള ദൈവകൃപ, പ്രത്യേകിച്ച് യുവാക്കന്മാർ ഈശോയിലേക്ക് കടന്നു വരാൻ, ഈശോയെ സ്നേഹിക്കുന്നുവെന്നതിന് ഒരു 15 ഉണ്ടായിരുന്നേക്കാളും വലിയ തീഷ്ണത ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ആത്മാവ് ഓരോ ദിവസവും ദൈവത്തിൻ്റെ സാന്നിധ്യം, രക്തസാക്ഷികൾ, ക്രിസ്തീയ പീഡനങ്ങൾ എത്രമാത്രം വലുതാകുന്നുണ്ടോ അത്രമാത്രം ദൈവീയ ഇടപെടലുകൾ, ആത്മാവിൻ്റെ ശക്തി പ്രകടമാകുന്നുണ്ട്.
അതിനായിട്ട് നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. ഈ ദിവസങ്ങളിലെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപയ്ക്ക് വേണ്ടി, വലിയ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മൾ കാണുന്നതിനും നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് അടുത്ത ഒരു ലെവലിലേക്ക് ആത്മാവ് നമ്മെ നയിക്കുകയാണ്. ഒരുപക്ഷെ യേശുക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുന്നതിൽ പീഡിപ്പിക്കപ്പെട്ടേക്കാം. അനേകർ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന വ്യക്തികളൊക്കെ പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ നാമത്തെ പ്രതി പീഡനങ്ങൾ ഇനിയും ഉണ്ടാകാം. യേശുവിൻ്റെ നാമത്തെ പ്രഘോഷിക്കുവാനോ യേശു ഏകരക്ഷകനാണെന്ന് പറയുവാനോ പറ്റാത്ത വിധം